mind-blowing show. When he got the horn in his ass, he knew he better get the hell out of here quick. ഈ വീൽ ചെയർ ആക്സസ് ഉള്ളവർക്ക് ഒരാൾക്ക് $2 ഗൈസ്. Hey guys, welcome back to my channel, Canada. അപ്പോൾ നമ്മൾ റൂമിൽ പോയി കിടന്നൊന്ന് ഉറങ്ങി ഫ്രഷായി. എൻ്റെ മൈക്ക് എന്തോ മ്യൂട്ടായി കിടക്കുന്നു, വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. ഞാൻ ട്രൈ ചെയ്യാം. നമ്മൾ അവേക്കനിങ് ഷോ കാണാൻ പോവാണ്. അത് വിൻ ലാസ് വേഗസ് കസീനോയിലാണ് പോകുന്നത്. ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം. ഓക്കെ, അപ്പോൾ അവിടെയാണ് പോകുന്നത്. 7 മണിക്കാണ് ഷോ. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ബസ് കയറാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സക്സസ്ഫുള്ളി കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. എങ്ങനെയോ ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. അതിന്ന് ഇവിടെ എത്താനായിട്ട് 15 മിനിറ്റ് ഗൈസ്. ഓരോ പാലമൊക്കെ കയറി ഇറങ്ങി ഇവിടെ എത്തിയപ്പം 15 മിനിറ്റ്. ഒരു ബസ് മിസ്സായി, പക്ഷേ 5 മിനിറ്റ് അടുത്ത ബസ്സുണ്ട്. നമ്മൾ അതിൽ കയറിയാലും ടൈമിനോടെ എത്തും. ഒരാൾക്ക് $2 ഗൈസ്. നമ്മുടെ $6 എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച പറഞ്ഞത്. ബസ് വന്നു. ഗൈസ് ഇത് കണ്ടോ, നമ്മുടെ സ്പെഷ്യലി ഏബിൾഡ് ആളുകൾക്ക്, ഈ വീൽ ചെയർ ആക്സസ് ഉള്ളവർക്ക്, വേണ്ടവർക്ക് ബസ് ലോർ ചെയ്ത് ഇങ്ങനെ റാമ്പ് ഇട്ട് കൊടുക്കും. നമുക്കകത്ത് കയറാം. നമ്മൾ മുകളിൽ വന്നു ഗൈസ്. എന്നാ ബ്രോ പ്രസിറ്റ്. ഞങ്ങൾ മുകളിൽ കയറി. ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. ആകെ 1.5 മൈലാണ് ഗൈസ് പോകാനുള്ളത്. അതിനാണ് അരമണിക്കൂർ. ബസ്സിൻ്റെ ഒരു പ്രശ്നം ഇതാട്ടോ, നമുക്ക് സമയം, ഞങ്ങളുടെ കയ്യിൽ സമയം ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ഇല്ലെങ്കിൽ ഒരു കാറുള്ളതാണ് നല്ലത്. പക്ഷേ കാറുള്ളവർ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, എവിടെ കൊണ്ട് പാർക്ക് ചെയ്താലും മിക്ക എല്ലാ കസിനിലൊന്നും കാർ കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഏത് കസിനോ പോയാലും കാർ പാർക്കിങ്ങിന് ഫീസുണ്ട്, നല്ല പൈസയുണ്ട്. ആ പൈസയുടെ കയ്യിലുള്ളവർക്ക് ചെയ്യാം. അതെ, കാശുള്ളവരാണല്ലോ വരുന്നത്. നമ്മൾ ബഡ്ജറ്റ് ട്രിപ്പാണ് ഗൈസ്. അങ്ങനെ കാശ് മുടക്കത്തില്ല. എന്നാൽ നമ്മളെല്ലാം എൻജോയ് ചെയ്യണം. ഇങ്ങനെയും വേഗ സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. അത് തെളിയിക്കാനാണിത്. എഴഞ്ഞെഴഞ്ഞ് പോവുക. സത്യം 8 വഴി പാതയാണ്. 8 വഴി പാത. അയ്യോ ഗൈസ്, ഈ ബസ്സിൽ ക്യാമറാസ് ഉണ്ട്. ഫോർ യുവർ സേഫ്റ്റി എന്ന് എഴുതി കാണിച്ചു. മുക്കിൽ മുഴുവനും ക്യാമറയുണ്ട്. പിന്നെ ഒരുപാട് ജങ്കീസും ഒരുപാട് ആളുകളൊക്കെ ബസ്സിനകത്ത് കയറി അലമ്പുണ്ടാക്കും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം. പക്ഷെ നല്ലതാണ്. നമ്മളൊരു 10 മിനിറ്റിൽ എത്തും. നമ്മുടെ സ്റ്റോപ്പ് എത്താറായി. ഒന്ന് ഞെക്കിക്കോ ബ്രോ ഞെക്കിക്കോ സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ എത്തി. ഇത് ഗൈസ് ലാസ് വേഗസ് ഡൗൺ ടൗൺ ആണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഡൗൺ ടൗൺ സെൻറ്റർ ആണ് ഗൈസ്. ഇവിടാണ് ഫ്രീമോണ്ട് സ്ട്രീറ്റ് എന്ന് പറയുന്ന സംഭവം. അടിപൊളി വൈബ് ഇവിടെ. നമ്മൾ വന്ന ബസ്സാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ജയ്ബോപുരം ശുചിപുരം വെള്ളം മേടിക്കാൻ പോയി 7-Eleven അകത്ത്. ഗൈസ് എനർജി കൂടാൻ വേണ്ടി എനർജി ഡ്രിങ്ക് മേടിച്ചിരിക്കുകയാണ്, മോൺസ്റ്റർ. പറഞ്ഞോ, എക്സ്ട്രാ ബാഗ് തുറന്നിട്ടോ. 3,4,699 അല്ലേ? അതിൽ ഒരെണ്ണം എക്സ്ട്രാ. ഓൺകോർ കസീനോ ആണിത്. അതും കസീനോ, എല്ലാം കസീനോ. നിങ്ങൾ ഇവിടെ എന്ത് കണ്ടാലും അതെല്ലാം കസീനോ ആണ് ഗൈസ്. ആ സ്ഫിയർ തൊട്ടപ്പുറത്തോട്ടോ. നമുക്ക് ഷോ കഴിഞ്ഞിട്ട് സ്ഫിയർ കണ്ടിട്ട് നമുക്ക് പോകാം. ഫ്രീമോണ്ട് സ്ഫിയർ എന്ന് പറയുന്ന ഒരു വലിയൊരു
സ്ഫിയർ ഷേപ്പ് ഉള്ളത്, ഒരു സർക്കിളല്ല സ്ഫിയർ ഷേപ്പ്, അതിങ്ങനെ ഉരുണ്ട് എന്നിട്ട് ഫുൾ 3D ലൈറ്റ്, ഡിജിറ്റൽ ലൈറ്റാണ്, കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്ത് വൻ സംഭവമാണ്. അതെന്തായാലും കാണാം. നമുക്ക് ആദ്യമേ ഞങ്ങൾ പോയി ഷോ കാണാൻ പോവാണ്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഞാൻ ആരും കാണാതെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ്. എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ്. ലാസ് വേഗസിലെ റോഡ് അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും അവരുടെ മെക്സിക്കൻകാരുടെ കടയാണ്. അടിപൊളി ടാക്കോ ആയിരിക്കും അവിടെ. ഇപ്പോൾ ടാക്കോ പിടിക്കാൻ സമയമില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല, ഞാനങ്ങ് പോന്നു. അമ്മോ എൻ്റെ മോനെ, ഇവിടുത്തെ ജനം നോക്കി, മീറ്റ് ഉണ്ടോ ഗൈസ്. നമ്മൾ തിരിച്ചു വന്ന് കഴിക്കാൻ പോകുന്നതായിരിക്കും, ഞാൻ ഉറപ്പില്ല. എന്നാലും ഫ്രീമോണ്ടി പോകുന്നതിന് വേണ്ടി ഇവിടുന്ന് ടാക്കോ മേടിച്ച് കഴിച്ചിരിക്കും. എന്ത് ഭംഗിയല്ലേ ലൈറ്റൊക്കെ ആയിട്ട്, നൈസ്. നമ്മൾ അടുത്ത റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ് ഗായ്സ്. നമുക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ടെങ്കിൽ നടന്നിട്ട് അവിടെ നിന്ന് റൈറ്റോ ലെഫ്റ്റ് ആണ്ട് തിരിയണം വിന്നിലേക്ക് പോകാൻ. നോക്കൂ ഗൈസ്, ആ കാണുന്നതാണ് വിൻ. അതിൻ്റെ അകത്താണ് ഈ ഷോ നടക്കുന്നത്, അവേക്കനിങ്. അത് ഇപ്പോൾ വേഗസിലെ ട്രെൻഡിങ് ഷോ ആണ്. ലോകത്തിലെ ഹൈ ടെക്നോളജീസ് അവർ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഷോ ആണ് അവേക്കനിങ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഷോ ആണ്, അതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത് കണ്ടോ ഗൈസ്, ആ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ, ഫാഷൻ ഷോ കൊള്ളാമല്ലേ. ഓ, ആ എനർജി പവർ വരട്ട് ജീവൻ ബ്രോ, എന്നാ രസമല്ലേ കാണാൻ. ഭയങ്കര വ്യൂ, എനിക്ക് വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി, നല്ല രസമുണ്ട്. വാവ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ. നമുക്ക് ഈ വഴി പാലം കയറി, പാർക്കിംഗ് ആർക്കേഡാണ്, പക്ഷെ നമുക്ക് ഈ വഴി ആക്സസ് ഉണ്ട് വിൻ കസീനോയിലേക്ക്. നമ്മൾ ഓൺ ടൈമാണ്, 5 minutes ഏർലി നമ്മൾ എത്തും. അവിടെ 7 മണിക്കാണ് ഷോ, 6:55 ആകുമ്പോൾ നമ്മളവിടെ റീച്ച് ചെയ്യും. നമ്മളങ്ങനെ, ഓ ഇതാണ് ഗൈസ് ഷോ. എൻ്റെ വാൾപേപ്പർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. ഭയങ്കര ഭംഗിയാണ്. ബെസ്റ്റ് പ്രൊഡക്ഷൻ ഷോ ഇൻ ലാസ് വേഗസ്, അവേക്കനിങ്. ഇതാണ് കസിനോയുടെ അകം ഗൈസ്, തിയേറ്റേഴ്സ് അവിടെ. ഒരു ഇറ്റലി വൈബ് അല്ലേ, തിയേറ്റേഴ്സ് ലെഫ്റ്റ്. ശരിക്കും നല്ല വൈബാണ് ഇവിടെ. And guys, അവേക്കനിങ്. നമ്മളിൽ ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. നമ്മളത് സ്കാൻ ചെയ്യുന്നു, അകത്ത് കയറുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. അടിപൊളി ഗൈസ്, എൻ്റെ മോനെ അടിപൊളിയില്. ഓ, അവർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ റൈറ്റിലോട്ടാ ബ്രോ. കൊള്ളാം ഗൈസ്, എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ. ഇതെനിക്കൊന്ന് ഈ ഷോയിലുള്ള ക്യാരക്ടേഴ്സാണ്. ഓ, ഭയങ്കര രസമായിരിക്കും. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് സ്റ്റേജ്. ഓ, 360 ഡിഗ്രിയിലാട്ടോ, അപ്പോൾ എവിടെ ഇരുന്നാലും നല്ല വ്യൂ ആയിരിക്കും ഗൈസ്. ഇതാണ് സ്റ്റേജ്. ഇതാണ്, സോറി, താങ്ക് യു ഗൈസ്. ഇത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, കാരണം ഇത് രണ്ട് സ്പീക്കേഴ്സാണ്. ഈ കാണുന്നതും സ്പീക്കേഴ്സാണ്. അപ്പോൾ ആ സൗണ്ട് എഫക്റ്റിന് വേണ്ടിയാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നവർ. അടിപൊളി അല്ലേ. ഇതാണ് സ്റ്റേജ്, ചുറ്റും ആളുകൾ. ഒരാൾ പൊങ്ങി വന്നണ്ട.
In each row, ഗൈസ് ഒരു രക്ഷയില്ലായിരുന്നു ഈ ഷോ. ഒരു രക്ഷയില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? എൻ്റെ ദൈവമേ, എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ലല്ലേ? സത്യം അടിപൊളി. വേഗസ് വരുന്നവർ എന്തായാലും ഈ ഷോ കാണണം. അവേക്കനിങ് മൈൻഡ് ബ്ലോയിങ് ഷോ. അപ്പോൾ ഇനിയൊരു കാഴ്ചയുമായി വരുന്നവരെ എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാനഡ. അങ്ങനെ ഷോ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ കസിനോയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അവരുടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ലൈറ്റിങ്സും എല്ലാം ഒക്കെ ആയിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് ഞങ്ങൾ പിന്നെ ഒരു ക്യാബും വിളിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കസിനോയിലോട്ട് പോയി കിടന്നുറങ്ങാനായിട്ട്. അപ്പം ഭയങ്കര കോമഡി ആയിരുന്നു.
And nice. like I said, you have to take care of it. Otherwise, they just keep getting away True, with it. true. Like that guy right there, when he got the horn in his ass, he knew he better get the hell out of here quick. Because if he pulled up alongside of me, you guys are going to get a show. Because we just don't tolerate it. It's like I said, it's different than laid back Canada. We, you know, we get a guy acting up. You'll see a guy being an idiot like that once in a while, but that doesn't happen that much. Yeah. And like I said, if you nip it in the bud, it happens less. Yeah.